സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയർലൻഡിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, നല്ല സൂര്യപ്രകാശവും നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷകരമായി തന്നെ മുന്നേറുന്നു. ആരോഗ്യ മേഖലയിൽ അയർലൻഡിൽ ജോലി ചെയ്യുന്നവർക്കും അതോടൊപ്പം തന്നെ ഇങ്ങോട്ടേക്ക് ആരോഗ്യ മേഖലയിലേക്ക് ജോലി തേടുന്നവർക്കും ഉപകാരപ്രദമാവുന്ന ചില കാര്യങ്ങൾ ഐറിഷ് ഗവൺമെൻറ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനും അതോടൊപ്പം തന്നെ അയർലൻഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കുറച്ച് നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏവർക്കും ജോസിസ് വ്ലോഗ്സിൻ്റെ ഈ ഒരു കുഞ്ഞ് എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം. അയർലൻഡിൽ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു HSC റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിംഗ് എന്ന് മാറ്റപ്പെടും എന്നുള്ളത്. ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിനോട് കീഴിലുള്ള റിക്രൂട്ട്മെൻ്റ് എല്ലാം താൽക്കാലികമായിട്ട് ഗവൺമെൻറ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കാത്തിരുന്നത് പോലെ ഇതാ കഴിഞ്ഞ ദിവസം അയർലൻഡിലെ ആരോഗ്യമന്ത്രി ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ടൊണേലി ഈ ഒരു പ്രസ്താവന, അതായത് ഹെൽത്ത് കെയർ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിംഗ് മാറ്റി എന്നുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്നു. നിരവധി ആൾക്കാർക്ക് പ്രതീക്ഷയേറുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം നിരവധി ആൾക്കാർ എനിക്ക് തന്നെ അറിയാവുന്ന കുറേ പേർക്ക് റിക്രൂട്ട്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ജോലി കിട്ടാനായിട്ട് കാത്തിരിപ്പുണ്ട്. ഏതാണ്ട് 2000-ലധികം ആൾക്കാർക്കാണ് പുതിയ നിയമനം ഉണ്ടാകുന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അയർലൻഡിലോട്ട് വരാനിരിക്കുന്നവർക്ക് ശുഭകരമായ ഒരു വാർത്ത തന്നെയാണിത്. കാരണം നിരവധി അവസരങ്ങളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. HSC, അതായത് ഗവൺമെൻറ് കീഴിലുള്ള ഹോസ്പിറ്റലിലോട്ടും നഴ്സിംഗ് ഹോമിലോട്ടൊക്കെ നിരവധി അവസരങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. അയർലൻഡിലുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ, അയർലൻഡിൽ വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് തങ്ങളുടെ തൊഴിലുടമയും ജോലിയും മാറ്റാനുള്ള ബിൽ പാസ്സാകാൻ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ ഈ കോൺട്രാക്റ്റൊക്കെ ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് വർക്ക് പെർമിറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു പുതിയ കൂടുതൽ പ്രയോജനകരമാവുന്ന സാഹചര്യങ്ങളോട്ട് മാറാനുള്ള ഒരു അവസരമാണ് വരുന്നത്. കെയർ ഹോമുകളിലും നേഴ്സിംഗ് ഹോമിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഇത് കൂടുതൽ പ്രയോജനകരമാവുക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് കഴിഞ്ഞ ദിവസം അയർലൻഡ് സാക്ഷിയായത്. ചരിത്രത്തിൽ ആദ്യമായി അയർലൻഡിൽ ഒരു മലയാളി ഒരു കൗണ്ടിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായ അങ്കമാലിക്കാരൻ ബഹുമാനപ്പെട്ട ബേബി പേരേപ്പാടനാണ് ഡബ്ലിൻ സൗത്ത് കൗണ്ടിയുടെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ലോക്കൽ ഇലക്ഷനിൽ നിരവധി മലയാളികൾ മത്സരിക്കുകയും നിരവധി പേർ വിജയം വരിക്കുകയും ചെയ്തു. മേയറായ ബേബി ചേട്ടനും വിജയം വരിച്ച എല്ലാ മലയാളികൾക്കും ജോസിസ് വ്ലോഗ്സിൻ്റെ അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും മറ്റു കുഞ്ഞു വിഷയങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നവരെ ബൈ.